ഇരിങ്ങോൾക്കാവ് പെരിയാർവാലി കനാൽ റോഡിനോട് ചേർന്നാണ് ജിഷയും അമ്മയും താമസിച്ചിരുന്നത്. ശരിക്കു പറഞ്ഞാൽ റോഡിന് തൊട്ടപ്പുറമുള്ള കനാൽ കരയിൽ കിടപ്പുമുറിയും അടുക്കളയും ചേർന്ന വീട്. 30 വയസ്സിനടുത്ത് പ്രായമുള്ള യുവതിയും അമ്മയും പ്രാഥമിക കൃത്യത്തിന് പോലും നല്ല നേരം നോക്കേണ്ട ഇടം. ഒന്നുറച്ചു തുമ്മിയാൽ പോലും റോഡിലൂടെ പോകുന്നവർക്കും അയൽപ്പക്കക്കാർക്കും കേൾക്കാവുന്ന ദൂരമേയുള്ളൂ. എന്നിട്ടും ഇത്ര വലിയ കൊലപാതകം നടന്നതിന്റെ ഞരക്കം പോലും ഒരാളും കേട്ടില്ല. സുരക്ഷിതരായി ജീവിക്കാൻ എത്ര ശ്രമിച്ചിട്ടും ജിഷയ്ക്ക് അതിന് കഴിഞ്ഞതുമില്ല. പല സ്ഥലത്തുനിന്നും ഭീഷണികളുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ പെൻഡ്രൈവ് മേടിച്ച് ഒരു പെങ്കൊച്ചിക്ക് വീട്ടിൽ കുത്തിവെച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അത്രയും വലിയൊരു ഭീഷണി ഉണ്ടായിട്ടാണ്. അപ്പോൾ അതിനെപ്പറ്റി അവർ കുറുമ്പടി പോലീസ് സ്റ്റേഷനിലൊക്കെ കേസ് ഒരുപാട് കൊടുത്തിട്ടുണ്ട്. ഇതേവരെ അതിനൊരു തീരുമാനം എടുത്തില്ല. കൊലപാതകം നടന്ന ഇത്ര നാൾ കഴിഞ്ഞിട്ടും പോലീസിന് ഒരു തുമ്പും കിട്ടിയിട്ടില്ല. തെളിവുകളെല്ലാം നഷ്ടപ്പെട്ടുവെന്ന് കൈമലർത്തുന്നു പോലീസ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പുറമ്പോക്കുകളിൽ കഴിയുന്ന സഹോദരിമാർക്ക് അടച്ചുറപ്പുള്ള വീടുകളിൽ കഴിയാനുള്ള അവസരമൊരുക്കുക എന്നതാവണം വരാനിരിക്കുന്ന സർക്കാരിൻ്റെ പ്രഥമ പരിഗണനകളിലൊന്ന്. ഒപ്പം ആദിവാസി ദളിത് വിഭാഗങ്ങൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളിൽ വേഗത്തിൽ കേസന്വേഷണം പൂർത്തിയാക്കുകയും മാതൃകാപരമായ ശിക്ഷ നൽകുകയും കൂടി വേണം. ജിഷയുടെ കൊലപാതകം വനിതാ IPS ഉദ്യോഗസ്ഥയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നതുൾപ്പെടെയുള്ള ആവശ്യം ഉന്നയിച്ചത് ഇടതുപക്ഷമാണ്. അവർ നയിക്കുന്ന സർക്കാർ അധികാരത്തിലേറുമ്പോൾ ജിഷയുടെ അമ്മ രാജേശ്വരി അമ്മയെപ്പോലെ കേരളം മുഴുവൻ ആഗ്രഹിക്കുന്നുണ്ട് ആ ഘാതകനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നത് കാണാൻ. പെരുമ്പാവൂരിൽ നിന്ന് ക്യാമറ പേഴ്സൺ അഫ്സൽ രാജിനൊപ്പം ലിജോ വർഗീസ്, മീഡിയ 1.